പാലക്കാട് സിപിഎം ബിജെപി ഡീലെന്ന കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരം പുറത്തുവിടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടതു സീറ്റുകളിൽ പലതിലും ദുർബലരായ സ്ഥാനാർത്ഥികളെയാണ് അവർ നിർത്തിയിട്ടുള്ളത്. ബിജെപി രണ്ടാം സ്ഥാനത്തായ പാലക്കാട് ഉൾപ്പെടെ ഇത് ചെയ്തത് ബിജെപിയെ വിജയിപ്പിക്കാനാണ്. പകരം യുഡിഎഫ് രണ്ടാം സ്ഥാനത്ത് വരുന്ന സീറ്റുകളിൽ ബിജെപി സിപിഎമ്മിനെ സഹായിക്കലാണ് ലക്ഷ്യം. സംശയമല്ലല്ലോ, അത് യഥാർത്ഥമായിട്ടുള്ള കാര്യമല്ലേ. അത്ഭുതം തോന്നി. ഈ സാഹചര്യത്തിൽ പാലക്കാട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരാൻ എന്താണ് കാരണം എന്ന് ഞങ്ങളും വളരെ കൂലങ്കുഷമായി ചിന്തിക്കേണ്ടായ. തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ട ബിജെപിയുമായിട്ടുള്ള രഹസ്യധാരണയുടെ ഭാഗമായിട്ടുള്ള അജണ്ട തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. അവിടെ മാത്രമല്ല, വേറെ 1-2 സീറ്റുകളിലുണ്ട്. എല്ലാവരും എല്ലാ നേതാക്കളുടെയും സ്ഥാനാർത്ഥികളാണ്. കെ.സിയുടെയും സണ്ണിയുടെയും സതീഷിന്റെയും രമേശിന്റെയും സ്ഥാനാർത്ഥികളാണ്. മന്ത്രിയെ മത്സരിപ്പിക്കാൻ സീറ്റ് തിരഞ്ഞു നടക്കേണ്ട ഗതികേടിലാണ് ഇടതുമുന്നണിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെന്റ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നവർ. മത്സരിക്കുന്നവരല്ല. മത്സരിക്കുന്നവർ മത്സരിക്കാൻ അവർക്ക് അവസരം കൊടുത്തു. UTV ന്യൂസ്, പാലക്കാട്.